ഹലോ, ഇന്ന് നമ്മൾ ബൊഗൻവില്ലയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കളറാണല്ലേ ഈ റോസും വള്ളിയും. എൻ്റെ വീട്ടിലും അതുപോലെ ഈ രണ്ട് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു 2-3 വർഷം പഴക്കം കാണും കേട്ടോ. പിന്നെ ബാക്കിയുള്ള വെറൈറ്റീസ് ഓഫ് കളർ മേടിക്കാമെന്ന് വെച്ചാൽ നഴ്സറി പോയാലും അവിടുത്തെ പ്രൈസ് അത്ര അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് എപ്പോഴും സങ്കടത്തോടെ സ്കിപ്പ് ചെയ്ത് വരാറാണ് പതിവ്. മേടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ചെറിയ റേറ്റിന് ഒരുമിച്ച് മേടിക്കാൻ പറ്റണം അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈയിടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു പൈതൽമല ട്രിപ്പ് അടിച്ചത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ അമ്മോ, ബൊഗൻവില്ലയുടെ ഒരു സ്വർഗം എന്നെല്ലാം പറയുന്നില്ലേ, അതന്നെ അത്. ബൊഗൻവില്ല മാത്രമുള്ള ഒരു നഴ്സറി. പോകുമ്പോഴേ നമ്മൾ നോട്ടിട്ട് വെച്ചിരുന്നു. നമ്മളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ കൂടെയുള്ള വല്യമ്മയും അമ്മായിയും ആൻറ്റിയും എല്ലാവരും കൂടി, നമ്മളെല്ലാവരും ഒരു ചെറിയ ചെടിപ്രാന്തന്മാരായതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിരുന്നു. ഈ വെറൈറ്റിൻ്റെ പേരാണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇത് മാത്രമല്ല, ഇതുപോലുള്ള എത്ര വെറൈറ്റീസാണ് അവിടെ ഉള്ളതെന്ന് അറിയാം. ഞാനൊരുമാതിരി ബിന്ദുപ്പണിക്കറ പോലെയായി അവിടെ ഇറങ്ങിയപ്പോൾ. ഏതൊക്കെ എടുക്കണമെന്ന് ഫുൾ കൺഫ്യൂഷനായി. അങ്ങനെ കൺഫ്യൂഷനൊടുവിൽ ഞാൻ 9 വെറൈറ്റീസ് ഓഫ് ബൊഗൻവില്ല സെലക്ട് ചെയ്തു കേട്ടോ. ഇതിൽ 7 ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതും 2 അവിടുത്തെ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി നിറയെ ബൊഗൻവില്ലയുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയത്. സത്യം പറഞ്ഞാൽ പൈതൽമലയിൽ ടൂറിന് പോയതിനേക്കാളും സന്തോഷമായിരുന്നു നമുക്ക് ഇത്രയും ബൊഗൻവില്ല ഒരുമിച്ച് കിട്ടിയപ്പോൾ, അതും വളരെ ചെറിയ റേറ്റിന്. ഇനി ഈ 9 ബൊഗൻവില്ലേഴ്സിനും ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കല് ഒരു ചെറിയ ടാസ്ക്കാണ് കേട്ടോ. പക്ഷെ ഒരു പൂച്ചെടി ആഗ്രഹിച്ചിട്ട് ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയ സന്തോഷം ഉള്ളിലുള്ളത് കൊണ്ട് ഇതൊരു വലിയ ടാസ്ക്കായി തോന്നിയതുമില്ല. അങ്ങനെ ഇവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മണ്ണിൽ നിറച്ചു കൊടുത്ത് സംഭവം എല്ലാം റിപ്പോർട്ടാക്കിയിട്ടാ. കൂട്ടത്തിൽ ഇതാ ഈ കളറിനോടാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ. ഇതിൽ നിറയെ പൂക്കളുള്ളത് കൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ബാക്കിയുള്ള ചെടികളിലും ഇതുപോലെ പൂ പിടിക്കുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുള്ളതായിരിക്കും അല്ലേ. ഇനി അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഇതിനെയൊക്കെ നല്ല ബുഷാക്കിയെടുത്ത് നിറയെ പൂ പിടിപ്പിക്കണം. ഈ ബൊഗൻവില്ലയിലെ പൂക്കൾ കുറേ ദിവസം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കണം. വെള്ളം അധികം ആയാൽ ഇതിൻ്റെ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്കൊക്കെ അത്യാവശ്യത്തിനുള്ള വളവും ഇട്ട് കൊടുത്താൽ ഇത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ പൂത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ വാടിപ്പോകാതിരിക്കാനുള്ള അത്യാവശ്യ വെള്ളം മാത്രം കൊടുത്ത് നമുക്ക് ഈ ചെടീനെ സംരക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞുട്ടാ. ഇതും ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. വെള്ളയിൽ വയലറ്റ് ഷെയ്ഡ് വരുന്ന കളറാണിത്.
ഇത് കാണുമ്പോൾ റോസ് കളറായിട്ട് തോന്നുമെങ്കിലും ഇതിന് 3 ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് റോസും ലൈറ്റ് റോസും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഇതിന് വരുന്നുണ്ട്. എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ബൊഗൻവില്ല തരുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ചെടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ തന്നെയാണല്ലേ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് എനിക്ക് ബൊഗൻവില്ലയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.